ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ വന്ന പാടേതായി ഇവിടെ ഇരിക്കുകയാണ് കൂട്ടുകാരെ. കുറേ സമയമായി എനിക്ക് ഒരു വീഡിയോ ഇടണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഓഫീസിൽ എല്ലാം തരംഗമായി മാറിയ എല്ലായിടത്തും ഇപ്പോൾ അതങ്ങ് വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് റീൽസ്. താഴ്വാരങ്ങൾ പൂക്കുമ്പോൾ എന്നുള്ള റീൽസ് അതാണ്. അപ്പോൾ എനിക്കിത് കണ്ടപ്പം തൊട്ടേ മനസ്സിനകത്ത് ഭയങ്കര ആഗ്രഹം. എനിക്കും എൻ്റെ ഓഫീസിലെ കൂട്ടുകാരുമായിട്ടൊക്കെ ഇരുന്ന് ഇതുപോലെ റീൽസൊക്കെ ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ട്. പക്ഷേ അതൊന്നും നടക്കത്തില്ല. എല്ലാവരുടെയും ഇൻട്രസ്റ്റുകൾ വ്യത്യാസമുണ്ട്. നമുക്ക് താല്പര്യമുണ്ടെങ്കിലും പലർക്കും താല്പര്യം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ നമുക്കത് ഫോഴ്സ് ചെയ്തും ഒന്നും ചെയ്യിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് ഒരു സൊല്യൂഷൻ ഞാൻ തന്നെ കണ്ടെത്തി. ആ പാട്ടിനൊരു റീൽസ് ഞാൻ തന്നെ വന്ന് വീട്ടിലിരുന്ന് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ തന്നെ അങ്ങ് ചെയ്തു. ആ പാട്ടിനൊരു റീൽസ് ഞാൻ തന്നെ ചെയ്തു. എനിക്കത് ചെയ്യണമെന്ന് അത്ര ആഗ്രഹം, അത്രമാത്രം മനസ്സിനെ അത് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി അത്രയ്ക്ക്. അത് കാരണം ഞാൻ ആ ഒരു റീൽസ് ചെയ്തു. അത് ഇവിടെ ഇരുന്ന് സമാധാനത്തോടു കൂടി ഞാൻ ചെയ്തിട്ട് ഇവിടെ ഇരിക്കുന്നു. അന്നേരമാണ് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചത്. ഇന്ന് അത് എല്ലാവർക്കും ഒന്നും നമ്മളിടുന്നത് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല. എന്നാലും കുറച്ച് കൂട്ടുകാരെയൊക്കെ കാണുന്നുണ്ട്. ഈ കുറച്ച് കാണുന്ന കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഞാൻ ഇതിടുന്നത്. എനിക്ക് എല്ലാവരുടെയും ക്രിയേറ്റിവിറ്റിക്ക് വ്യത്യാസമുണ്ട്. നമുക്ക് നമ്മുടെ ഒരു രീതിക്ക് അനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാലും കൂട്ടുകാരെയൊക്കെ കാണണമെന്നാണ് ഞാൻ പറയുന്നത്. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഈ മാസം കർക്കിടക മാസം എന്ന് പറയുന്നത് അത്ര നല്ലൊരു മാസമാണെന്ന് പറയാൻ പറ്റത്തില്ല. പഞ്ഞ മാസമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് പ്രിയപ്പെട്ടവർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്ന ഒരു മാസം കൂടിയാണ്. നല്ല ഒരുപാട് ആൾക്കാർ പെട്ടെന്ന് വിചാരിച്ചിരിക്കാതെ അങ്ങ് മരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് വളരെയധികം അത് വേദനാജനകമാണ്. എന്നാലും എല്ലാവരും ജനിച്ചാൽ ഒരു ദിവസം മരിക്കുക. അതുകൊണ്ട് നമുക്ക് സമാധാനപ്പെടാം. അവരൊക്കെ ഒരു പ്രണാമം അല്ലെങ്കിൽ ഒരു ആദരാഞ്ജലികളൊക്കെ അർപ്പിച്ച് നമുക്കവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ. ഇന്ന് അവരെ ദിവസം കഴിഞ്ഞു, നാളെ നമ്മുടെ ദിവസം. അങ്ങനെ മാത്രം ചിന്തിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് അങ്ങനെ അങ്ങ് പോകാനേ പറ്റൂ. അതിനെ മാറ്റിമറിക്കാൻ നമുക്ക് പറ്റത്തില്ല. പിന്നെ നമുക്കൊത്തിരി വിഷമം കാണും ആദ്യം, പിന്നെ നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടങ്ങ് പോകും കൂട്ടുകാരെ. അങ്ങനത്തെ ഒരു മാസമാണിത്. അങ്ങനെ കർക്കിടക മാസം കഴിയുമ്പോഴാണ് നമ്മുടെ സംഭവബഹുലമായ ചിങ്ങമാസം എത്തുന്നത്. എല്ലാവരും ആ മാസത്തെ വരവേൽക്കാനായിട്ട് അങ്ങനെ അങ്ങ് കാത്തിരിക്കും. കാരണമെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ പല ആളുകളും വിദേശത്തും അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും. അവരൊക്കെ ഒന്ന് നാട്ടിലൊത്തുകൂടുകയും അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർ അങ്ങോട്ട് പോവുകയും എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ഓണം അടിച്ചു പൊളിച്ച് ആഘോഷിക്കുന്നതിനുമൊക്കെ ആയിട്ട് ഈ ചിങ്ങമാസത്തെ നമ്മളങ്ങ് വരവേൽക്കാനായിട്ട് അങ്ങ് കാത്തിരിക്കുകയായിരിക്കും കൂട്ടുകാർ. ഈ മാസം എങ്ങനെയെങ്കിലും ഇങ്ങനെയൊക്കെ കടന്നു പോകട്ടെ. കാരണം എന്ന് വെച്ചാൽ ഇപ്പം മഴയെ അതിൻ്റെ കുറേ പ്രോബ്ലംസും കുറേ വെള്ളപ്പൊക്കവും എല്ലായിടത്തും ഓരോ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളുമാണ്. നമ്മൾ TV കണ്ടാലും എന്ത് കണ്ടാലും പത്രം നോക്കിയാലും എല്ലാം ഇതൊക്കെ തന്നെയാണ് കാണുന്നത്. പിന്നെ ചിലയിടത്തൊക്കെ അങ്ങ് യുദ്ധം. ഇതെല്ലാം നമ്മുടെ മനസ്സിനെ വളരെയധികം അലട്ടുന്ന കാര്യമാണ്. അങ്ങനെ ഇങ്ങനെ ഓരോ ദിവസവും പോകുന്നു. ഇന്ന് വന്നപ്പോൾ ഞാൻ ആ റീൽസ് ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷവും മനസ്സമാധാനവും എല്ലാം ഉണ്ട്. ഞാനിടുന്ന വീഡിയോ ഞാൻ തന്നെ ഇരുന്ന് കണ്ട് സമാധാനപ്പെടുന്നു, സായുജ്യമടയുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ജോലിക്ക് പോയിട്ട് വന്നാൽ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇതിലൊക്കെ അങ്ങ് എൻഗേജ്ഡ് ആകുന്നത് കാരണം സ്ട്രെസ്സൊക്കെ ഇപ്പോൾ ഇത്തിരി കുറഞ്ഞു. മറ്റത് ഭയങ്കര സ്ട്രെസ്സൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം അങ്ങ് മാറി. ഞാൻ എപ്പോഴും ഇതിനകത്തോട്ടൊക്കെ അങ്ങ് ഇൻവോൾവായി കൊണ്ടങ്ങ് ഇരിക്കുകയാണ്. ചില കൂട്ടുകാരൊക്കെ ഇത് കാണുന്നുള്ളൂ, വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നാലും ഞാൻ വിഷമിക്കുന്നതൊന്നുമില്ല. എല്ലാവരുടെയും സമയം ഒരുപോലെ ആയിരിക്കത്തില്ല. ചില ആളുകളുടെ സമയം നല്ലതായതുകൊണ്ട് അവർ എന്ത് ചെയ്താലും പെട്ടെന്ന് അതങ്ങ് വൈറലാവുകയും അതങ്ങ് ക്ലിക്കാകുകയും ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ അങ്ങ് ആഗ്രഹിച്ചുകൊണ്ടങ്ങിരുന്ന ഒരു കാര്യവും നടക്കത്തില്ല. ഞാൻ എന്നാലും ഇങ്ങനെ പ്രതീക്ഷിക്കുന്നു എല്ലാവരും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നൊരു സമയം വരും. എവരി ഡോഗ് ഹാസ് എ ഡേ എന്ന് പറയത്തില്ലേ, എന്ന് പറഞ്ഞ കണക്ക് ഞാനിങ്ങനെ പ്രതീക്ഷയോടുകൂടി ഓരോന്നിട്ട് ഇങ്ങനെ പോകുന്നു കൂട്ടുകാരെ.
ഇന്ന് ഈ വീഡിയോ ഇട്ട എൻ്റെ സന്തോഷത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഒന്ന് കുളിച്ച് ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ അടുത്ത പരിപാടിയിലേക്ക് കടക്കും. കുറച്ച് സമയം ഇവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ എഴുതും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഫോൺ വിളിക്കും. ഇങ്ങനെയൊക്കെ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ പോകുന്നു. ഈ മാസം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നട്ട് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ചിങ്ങമാസം ആകുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസൊക്കെ നമുക്ക് കിട്ടും. ഇപ്പോൾ പലയിടത്തും അതിൻ്റെ ഒരു പരിപാടികൾ നടക്കുന്നുണ്ട്. ഞാൻ ആകെപ്പാടെ ഇപ്പം ചെയ്തത് ഒരു മാവ് വാങ്ങിച്ചുകൊണ്ട് വന്ന് നട്ടതാണ്. കാരണം പണ്ടത്തെ പോലെ ഈ നമ്മട്ടിയെടുത്ത് കിളയിൽ പരിപാടി ഇപ്പോൾ അത്ര ശരിയാവത്തില്ല. ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, അത് കാരണമാണ്. അപ്പം അങ്ങനെ എനിക്ക് നല്ല ആഗ്രഹങ്ങളുണ്ട്, ഓരോന്നൊക്കെ കൊണ്ടുവന്ന് നട്ട് വലിയൊരു കൃഷിക്കാരി ആവണമെന്ന്. പക്ഷേ ഇപ്പോൾ ഇതൊന്നും നടക്കുന്നില്ല. മുമ്പ് എല്ലാം നടുവായിരുന്നു, വാഴയും പിന്നെ ചീനിക്കമ്പും ചെടികളും എല്ലാം നടുവായിരുന്നു. ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, സമയവും കിട്ടുന്നില്ല. സമയം ഉണ്ടായാലും ഒരു ദിവസം വീട്ടിൽ ഇരിക്കുന്നതിൻ്റെ അന്ന് ചിലപ്പോൾ എവിടെയെങ്കിലും പോകേണ്ടതായിട്ട് വരും. പിന്നെ വീട്ടിലെ ഓരോ ജോലികളുമൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് ബിസി ആയിട്ട് അങ്ങ് പോകും കൂട്ടുകാരെ. എല്ലാ കൂട്ടുകാരുടെയും ജീവിതം ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. ചില ആളുകൾ മാത്രം വീട്ടമ്മമാരായിട്ട് ഇരിക്കുമ്പോൾ അവർക്ക് കുറച്ച് സമയമൊക്കെ കിട്ടുമായിരിക്കും. ജോലിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ച് സമയം കിട്ടാത്തുള്ളൂ. അത് കാരണം അപ്പുറത്തെ വീട്ടിൽ അവർ അടിപൊളിയായിട്ട് ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ കൃഷികളെല്ലാം ചെയ്യുന്നു. ഇതൊക്കെ അവർ കൃഷികൾ ചെയ്യുമ്പോൾ മോട്ടിവേഷൻ കിട്ടുന്നത് എനിക്കാണ്. അങ്ങനെയാണ് ഞാൻ ഓരോന്ന് നടാൻ തുടങ്ങുന്നത്. പക്ഷേ ഈ വലത് കൈയൊക്കെ ഇത്തിരി വേദനയും കാര്യങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ട് അത് കണ്ടിങ്ങനെ അവർ ചെയ്യുന്നത് എനിക്ക് കാണാനേ ഇപ്പോൾ പറ്റത്തുള്ളൂ. ഞാൻ അങ്ങനെ ചെയ്യാനായിട്ട് അങ്ങ് ഇറങ്ങുന്നൊന്നുമില്ല. ഒരു മാവിൻ തൈ മാത്രം കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട്. അതില്ല, മാംഗോ ഫെസ്റ്റ് നടന്നപ്പോൾ അവിടെ കണ്ടതാണ്, ഒരെണ്ണം കൊണ്ട് നട്ടത്. പിടിച്ചാൽ മതിയായിരുന്നു. പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല, ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ. ഓരോ ദിവസവും ഇങ്ങനെ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഓരോ നിമിഷങ്ങളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന ചിന്ത എല്ലാവർക്കും വേണം. അതുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി നമ്മുടെ കൂടപ്പിറപ്പുകളെയും നമ്മുടെ ഉറ്റവരെയും ഉടയവരെയും സ്നേഹിതരെയും എല്ലാം നല്ലതുപോലെ സ്നേഹിച്ചും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു കൊടുത്തും ഇങ്ങനെ സന്തോഷകരമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകണം കൂട്ടുകാരെ. ഇതൊക്കെ മാത്രമേ എനിക്ക് പറയാൻ പറ്റൂല. വേറെ എന്താ ഇനി പറയേണ്ടതെന്ന് ഇനി ചോറെല്ലാം കഴിച്ചിട്ട് പറയാം. എനിക്ക് വിശക്കുന്നു, അതുകൊണ്ട് ഞാൻ പോയി ഫുഡ് കഴിക്കുന്നു. കുളിക്കുക, ഫുഡ് കഴിക്കുക, അതാണ് ഇനി അടുത്ത പരിപാടി. എന്തായാലും ആ റീൽസ് ഇട്ടത് കൊണ്ട് എനിക്ക് മനസ്സമാധാനമുണ്ട്. പക്ഷേ മറ്റേ റീൽസ് കാണുന്നവർ ഇത് എന്നെ കളിയാക്കും. എന്നാലും എനിക്കൊന്നുമില്ല. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ഈ ഫോണിൽ എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് കൂട്ടുകാർ എന്നാലും ജസ്റ്റ് ഒന്ന് കാണുകയെങ്കിലും വേണം കേട്ടോ കൂട്ടുകാരെ. എല്ലാവരുടെയും നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കാം. കുറച്ച് കഴിഞ്ഞ് വീണ്ടും കാണാം. ഓക്കെ.